ഇടുക്കി ജില്ലയിൽ സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനയെന്ന് ജില്ലാ പോലീസ് മേധാവി. കഴിഞ്ഞ വർഷം 850 പരാതികൾ ലഭിച്ചപ്പോൾ കഴിഞ്ഞ 6 മാസം കൊണ്ട് പരാതികളുടെ എണ്ണം 742 കടന്നു. സൈബർ തട്ടിപ്പുകളിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ്. ഇടുക്കി ജില്ലയിലും സൈബർ കുറ്റവാളികൾ വർദ്ധിക്കുകയാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് 14 കോടി രൂപയാണ് സൈബർ തട്ടിപ്പ് സംഘങ്ങൾ തട്ടിയെടുത്തത്. കഴിഞ്ഞ 6 മാസം കൊണ്ട് 5.5 കോടി രൂപ നഷ്ടപ്പെട്ടു. 742 പരാതികളിൽ 55 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. പരാതി ലഭിച്ച 3 കേസുകളിൽ നഷ്ടപ്പെട്ട പണം വീണ്ടെടുക്കുവാൻ പോലീസിന് കഴിഞ്ഞു. 2 കോടിയോളം രൂപയുടെ ഇടപാടുകൾ മരവിപ്പിച്ചു. ക്രിപ്റ്റോ കറൻസി, സ്റ്റോക്ക് മാർക്കറ്റ് എന്നിവിടങ്ങളിൽ നിക്ഷേപിച്ച വൻതുക നഷ്ടപ്പെട്ടവരാണ് ഏറെയും. വ്യാജ ലോട്ടറി അടിച്ചെന്നും തുക തിരിച്ചു നൽകുമെന്നും പാഴ്സലുകളിൽ നിയമവിരുദ്ധ സാധനങ്ങൾ എത്തിയെന്ന് ഭീഷണിപ്പെടുത്തിയും വൻതുക തട്ടുന്ന കുറ്റവാളികളും സജീവമാണ്. മൊബൈൽ ആപ്പിലൂടെ വൻതുക വായ്പയായി വാഗ്ദാനം ചെയ്തും തട്ടിപ്പുകൾ അരങ്ങേറുന്നു. 2023 മൊത്തം 52ഓളം കേസുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 7 മാസം ആയതേ ഉള്ളൂ. 55ഓളം കേസുകൾ ഇതുവരെ റിപ്പോർട്ടായി. മൊത്തം 742ഓളം പരാതികൾ വന്നിട്ടുണ്ട്, പല രീതിയിലുള്ളത് സൈബർ ക്രൈംസിൻ്റെത്. ഏകദേശം 5,54,00,000 രൂപയാണ് ഇതുപോലെ എമൗണ്ട് മൊത്തം സൈബർ ഫ്രോഡ് വഴി നഷ്ടപ്പെട്ടുള്ളത്. അഭ്യസ്തവിദ്യരായ യുവാക്കളാണ് തട്ടിപ്പിനിരയാകുന്നവരിൽ അധികവും. കൈപ്പറ്റുന്ന പണം നിമിഷങ്ങൾക്കുള്ളിൽ പല അക്കൗണ്ടുകളിലേക്ക് മാറ്റും. ഇത് കൂടുതലും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് അഭ്യസ്തവിദ്യരായ യുവാക്കളെയും അതുപോലെ മറ്റ് എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. അവർ കൂടുതലും ഈ ഷെയർ മാർക്കറ്റ് അതുപോലെ മറ്റ് ക്രിപ്റ്റോ കറൻസി ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള പ്രലോഭനങ്ങൾ കൊണ്ടിട്ട് കൂടുതൽ ലാഭം കിട്ടുമെന്ന് കാണിച്ചിട്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇറങ്ങുക. വിവിധ തരത്തിലുള്ള തട്ടിപ്പുകളെക്കുറിച്ച് ബോധവൽക്കരണം നൽകാൻ ബാങ്കുകളുമായി ചേർന്ന ക്ലാസുകൾ നടത്തും. എല്ലാ സ്റ്റേഷനുകളിലും യുവാക്കളെ ഉൾപ്പെടുത്തി സൈബർ വോളണ്ടിയർമാരെ നിയമിക്കാനൊരുങ്ങുകയാണ് ഇടുക്കി ജില്ലയിലെ പോലീസ്. ന്യൂസ് മലയാളം, ഇടുക്കി.